കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി ശ്രീ പി കെ കൃഷ്ണദാസ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ ഈ പോളിംഗ് അവസാനിക്കുമ്പോൾ ഈ മണിക്കൂറിലെ അങ്ങയുടെ ആത്മവിശ്വാസം എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുക്കുംതോറും ഞങ്ങളുടെ ആത്മവിശ്വാസവും വിജയവിശ്വാസവും വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന്, കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വ്യക്തമായതാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇതിൽ ഈ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും കോൺഗ്രസ്സിന് അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ മൗലികമായി യാതൊരു വ്യത്യാസം ഇല്ല എന്നും ഈ LDF UDF മുന്നണികൾ രണ്ടല്ല ഒന്നാണ് എന്നുള്ള തികഞ്ഞ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം മലയാളികൾ മനസ്സിലാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായത്. അതുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണവിരുദ്ധ വികാരത്തിനെതിരായിട്ട് എവിടെയാണോ BJPക്ക് അതിന് ബദലായിട്ട് ഉയർന്നു വരാൻ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ സാധിക്കുമോ അവിടെയൊക്കെ BJPയും NDAയുമാണ് വിജയിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരേ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ മാത്രമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ LDFനെതിരെ ജനവിരുദ്ധ വികാരം, അതിനെതിരെ അവരുടെ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിന് ബദൽ എന്നുള്ള നിലക്ക് കോൺഗ്രസിനെ മാത്രം കാണുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രവർത്തനവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളും ഒന്നും രണ്ടും വ്യത്യസ്തമല്ല. ഇപ്പം നമ്മളിപ്പം ഈ ദേശീയ തലത്തിൽ അവർ ഒരേ മുന്നണിയുടെ ഘടകകക്ഷിയാണ്. കേരളം ഒഴിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ചെങ്കൊടിയും ത്രിവർണ്ണ പതാകയും ഒരുമിച്ചാണ് കൂട്ടിക്കെട്ടിയാണ് മത്സരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മളിപ്പോൾ ഈ തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് ഉള്ളത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഇപ്പം അവർക്ക് ഒരുമിച്ച് സഖ്യം ഉണ്ടാക്കാം, സഹകരിക്കാം, ഒരുമിച്ച് മത്സരിക്കാം. ഇന്ത്യ മുന്നണി എന്നത് ഒരു രഹസ്യ ബാന്ധവമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തവുമാണ്. ഇവിടെ ഇടത് വലത് മുന്നണികൾ മാറി മാറി മത്സരിക്കുകയും ജയിക്കുകയുമാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. നിങ്ങൾ അതിൽ അക്കൗണ്ട് തുറന്നുകൊണ്ട് പ്രതിപക്ഷമാകാൻ ശ്രമിക്കുന്നു. ഇതാണ് BJP കുറിച്ച് പറയുന്നത്. BJPക്ക് പ്രതിപക്ഷമാകണമെങ്കിൽ ഇവിടെ ആദ്യം തകർക്കേണ്ടത് കോൺഗ്രസിനെയാണ്. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് മുക്ത കേരളത്തിനായുള്ള ശ്രമങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയത് എന്നാണ് നിങ്ങൾക്കെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ അങ്ങേക്ക് ഈ ഘട്ടത്തിൽ മറുപടി അറിയാം. അതോടൊപ്പം കാട്ടാക്കടയുമായി ബന്ധപ്പെട്ടും 77.62% ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് വന്നിരിക്കുന്ന പോളിംഗ് ശതമാനം. ഉറപ്പായിട്ടും അതിലും ഉയരുകയും ചെയ്യുമല്ലോ. ആ ഉയർന്ന പോളിംഗ് BJPയെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? രണ്ടിനും കൂടി മറുപടി. അല്ല, ഒന്നും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചൊരു ചില മുദ്രാവാക്യമുണ്ട്. അത് വികസിത കേരളം. ഒന്ന് വികസിത കേരളമാണ്. 2 വിശ്വാസ സംരക്ഷണമാണ്. മറ്റൊന്ന് സുരക്ഷിത കേരളമാണ്. ഈ 3 മുദ്രാവാക്യം അത് സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് മുക്ത കേരളമായ മാത്രം പോരാ, മാർക്സിസ്റ്റ് മുക്ത കോൺഗ്രസ് മുക്ത കേരളത്തിലൂടെ മാത്രമേ ഈ 3 ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, നേരത്തെ ഞങ്ങൾ രണ്ടും ഒന്നാണ് എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും ജനങ്ങൾ അത് അംഗീകരിച്ചിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. കാരണം അതിന് ബദൽ അവർ കണ്ടിരുന്നില്ല. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും ബദലായി കേരളത്തിലൊരു രാഷ്ട്രീയ ശക്തിയുണ്ട്, മുന്നണിയുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിന് ശേഷം നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഈ മുദ്രാവാക്യം, ഇത് വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഇത് ജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി, അവർ നെഞ്ചേറ്റാൻ തയ്യാറായി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടി നേട്ടമുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് BJPയും NDAയും ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷത്തെ കൂടി ചേർത്ത് പിടിക്കാതെ അത് സാധ്യമാവുക? കാരണം അങ്ങ് തെരഞ്ഞെടുപ്പിൽ അങ്ങ് പറഞ്ഞ വികസിത കേരളവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളല്ലല്ലോ അങ്ങേക്കെതിരെ കേസെടുക്കുന്നതിലേക്ക്, അങ്ങേക്കെതിരെ വന്ന പരാതികളുമൊക്കെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങളാണ്. കോടതി തന്നെ തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് ഇവിടെയുണ്ടെന്ന് പറയുക, തീവ്രമായ ഒരു വർഗീയ പ്രസംഗം എന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ അങ്ങ് നടത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. ഈ ഭൂരിപക്ഷ വോട്ട് എന്ന് പറയുമ്പോൾ ഹിന്ദു വോട്ടുകളാണല്ലോ. ആ വോട്ടുകൾ കൊണ്ട് മാത്രം അങ്ങേക്ക് ജയിക്കാൻ കഴിയുമോ കാട്ടാക്കടയിൽ?
അല്ല, ഒന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞത് രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടെ ദേശവിരുദ്ധ ഭീകര സംഘടനകളുമായിട്ടാണ് സഖ്യവും സഹകരണം ഉണ്ടാക്കിയത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി മതഭീകര സംഘടനയാണെന്ന് ഞങ്ങളുടെ അഭിപ്രായം അതാണ്. ഞങ്ങളുടെ അഭിപ്രായം തന്നെയായിരുന്നു കോൺഗ്രസിന്റെ നേതാവ് ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾ കേന്ദ്രം ഭരിക്കുമ്പോൾ ഒരു ഭീകര സംഘടനയുടെ എങ്ങനെ പ്രവർത്തിക്കും? ഞാൻ ദേശവിരുദ്ധ ഒരു മതരാഷ്ട്ര സംഘടനയാണ്. മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. അതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെ ഉമ്മൻചാണ്ടിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് തീവ്രവാദ സംഘടനകളുമായിട്ട് അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസിന്റെ സഖ്യം, അതുപോലെ തന്നെ എസ് ഡി പി ഐ പോലുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖ്യം. ഈ തീവ്രവാദ ദേശവിരുദ്ധ സംഘടനകളുമായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിന്റെ സഖ്യം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് ക്രൈസ്തവ സമൂഹത്തിലുണ്ട്, ഹിന്ദു സമൂഹത്തിലുണ്ട്, മുസ്ലിം സമൂഹത്തിനും ഈ ആശങ്കയുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നു എന്ന് മാത്രമല്ല, ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നമ്മുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് വികസന വിരുദ്ധത ഇവരുടെ നിലപാടാണെങ്കിൽ ദേശവിരുദ്ധതയും ഇവരുടെ നിലപാടാണ്. ഇത് ജനങ്ങൾ കാണുന്നില്ലേ? എന്താണ് ജമാഅത്ത് ഇസ്ലാമി, എന്താണ് SDPI, എല്ലാം ജനങ്ങൾക്ക് അറിയാലോ. അവരെ ന്യായീകരിക്കാൻ മതരാഷ്ട്രവാദം ഇവിടെ ഏത് നേതാക്കളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് RSS പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ അതൊക്കെ ശരിവെക്കുകയും ചെയ്യുകയാണ്. ആത്യന്തികമായി ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത് തന്നെയാണല്ലോ നിങ്ങളുടെയും വിശ്വാസം. അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു വാദമായി ഉന്നയിക്കാൻ പറ്റുക എന്നൊരു കാര്യം? തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ തീവ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ആക്രമണങ്ങൾ നടത്തുക, ആയുധം കയ്യിലെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്തതായി നമ്മുടെ മുന്നിൽ തെളിവുണ്ടെങ്കിൽ ആ സംഘടന ഇവിടെ തുടരില്ലല്ലോ ശ്രീ കൃഷ്ണദാസ്. നിയമപരമായി അതിനെ തുടരാൻ സാധിക്കില്ല. അങ്ങനെ നിങ്ങൾ നിരോധിച്ച സംഘടനകൾ നിരവധിയുണ്ട്. അപ്പോൾ ഇവിടെ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളെയാണ് അങ്ങ് ഇങ്ങനെ പട്ടം ചാർത്തിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നത്. അത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ വിലപ്പോകും? അതിവിടെ ഒരു ധ്രുവീകരണവാദമായി അല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുക? അല്ല, SDPI കുറിച്ചിട്ട് അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും അതിന്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ രണ്ട് സംഘടനകളെ കുറിച്ച് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അത് ഒരു രേഖയല്ലേ? ആ രേഖയിൽ പറയുന്നുണ്ട് ഇവർ ഭരണഘടനയ്ക്കെതിരാണ്, ഇവർ മതരാഷ്ട്രവാദികളാണ്, ഇവർ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നവരാണ്. ഇതൊക്കെ കോൺഗ്രസിന്റെ നേതാവായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ SDPI സംബന്ധിച്ച് അതിന്റെ ആദ്യകാല രൂപമായിട്ടുള്ള NDFനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഇക്കാര്യം സംശയമില്ല. മാത്രമല്ല ഈ രണ്ട് സംഘടനകളും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് BJPയുടെ വികസന രാഷ്ട്രീയത്തെ BJP ഇപ്പം ദേശീയ തലത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വരുന്ന വികസനത്തിലും ജനക്ഷേമത്തിലും അധിഷ്ഠിതമായ പുതിയ രാഷ്ട്രീയമുണ്ട്. അതിൽ ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. എല്ലാവർക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടും. ഭാരതത്തിലെ മുഴുവൻ ആളുകളും ഇതിന്റെ ഗുണഭോക്താക്കളാണ്. അതുപോലൊരു ഭരണം കേരളത്തിലും ഉണ്ടാകണം എന്ന് മലയാളികൾ ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രതിഫലനം ഈ ജനവിധിയിലുണ്ടാവും. കാട്ടാക്കടയിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കാര്യം കൂടി ചോദിച്ചു. കാട്ടാക്കടയില് ഹിന്ദു സമൂഹത്തിന്റെ മാത്രം വോട്ടല്ല എനിക്ക് ലഭിക്കാൻ പോകുന്നത്, ക്രൈസ്തവ സമൂഹത്തിന്റെയും അല്ലാത്ത എല്ലാ ആളുകളുടെയും വോട്ട് ലഭിക്കും, NDAക്ക് ലഭിക്കും. സ്വാഭാവികമായിട്ടും വലിയ വിജയപ്രതീക്ഷയാണ് കാട്ടാക്കടയിൽ ഞങ്ങൾക്കുള്ളത്. ശരി ശ്രീകൃഷ്ണദാസ്, അങ്ങനെയെങ്കിൽ എനിക്ക് 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ശോഭാ സുരേന്ദ്രനെതിരെ പുറത്തു വന്ന തെളിവുകൾ, പണം നൽകി വോട്ട് പിടിക്കാനുള്ള ശ്രമം, സാരി നൽകി വോട്ട് പിടിക്കാനുള്ള ശ്രമം, അത് തെളിവായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതിനോട് BJP പ്രധാന നേതാക്കൾ അടക്കമുള്ള നേതാക്കളുടെ ഒന്നും പ്രതികരണം കണ്ടില്ല. ഈ ഘട്ടത്തിൽ പ്രതികരിക്കാമല്ലോ, ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഞങ്ങൾക്ക് ഈ പണം കൊടുത്തും സാരി കൊടുത്തും ഒന്നും വോട്ട് പാകേണ്ട ആവശ്യമില്ല.
കാരണം ഞങ്ങളുടെ മുദ്രാവാക്യത്തെ ജനങ്ങൾ സ്വമേധയാ നെഞ്ചേറ്റുകയാ. പിന്നെ എന്തിനാണ് ശോഭ അത് ചെയ്തത്? ഞങ്ങൾ പറഞ്ഞല്ലോ വികസിത കേരളം, സുരക്ഷിത കേരളം. അതുപോലെ തന്നെ അത് നിങ്ങൾ ഈ മാധ്യമങ്ങളെ സൃഷ്ടി മാത്രമേ മാധ്യമ സൃഷ്ടി പുറത്തു വന്ന തെളിവുകൾ പൈസ കിട്ടിയെന്ന് അവർ പറയുന്ന തെളിവ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന കേസ് അങ്ങനെ അതായത് കേസ് എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാതി കൊടുത്തു. ദൃശ്യങ്ങൾ കണ്ടില്ലേ? അങ്ങ് കണ്ടോ? എവിടെയാ നിങ്ങൾ പൈസ വാങ്ങുന്ന എന്ത് ദൃശ്യം? ആര് വാങ്ങുന്നത്? ശോഭ തന്നെ പറയുന്നു പൈസ കൊടുത്തിട്ടുണ്ടെന്ന്. ശോഭ തന്നെ പറയുന്നുണ്ട്. നോക്കൂ, ഓഡിയോ കേട്ടോ? ശോഭ തന്നെ പറയുന്നുണ്ട് പൈസ കൊടുത്തു എന്ന്. അവര് അത് വാങ്ങി അതിനെ സംബന്ധിച്ച് അത് ഈ വാങ്ങി എന്ന് പറയുന്ന ആ സ്ത്രീ അവര് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പണം എന്ന് അവര് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പിന്നെ അതെന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അവർ ഉത്തരം പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പൊ ചോദിക്കേണ്ടതില്ല. അതിന്റെ ചോദ്യവും ഉത്തരവും ഒക്കെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിരുന്നു. ശ്രീകൃഷ്ണ, ഈ പണം കൊടുത്ത സ്ത്രീ ശോഭയുടെ വാഹനത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഞാൻ റിപ്പോർട്ടർ ചാനൽ ചാനലിൽ തന്നെയാണ് ഇത് കണ്ടത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചു, ആരോപണം നിങ്ങൾ ആവർത്തിക്കുന്നു, അത് നടക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശോഭ പറഞ്ഞതുപോലെ ഞങ്ങൾക്കല്ലാതെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും എതിരായിട്ട് വളരെ ശക്തമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്ക് സാരി കൊടുത്തോ പണം കൊടുത്തോ അതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും വേണ്ടിവരും. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഉപേക്ഷിച്ചു. സ്മൃതി ആകെയുള്ള അല്പം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ഒറ്റ കാര്യം കൂടി, ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥി പാലക്കാട്ട് ഇന്നലെ നടന്നത് പറഞ്ഞോളൂ പാലക്കാട് നടന്നത് അല്ല ഞാൻ പാലക്കാട് നടന്ന സംഭവത്തെക്കുറിച്ച് ഇന്നലെ അതിന്റെ പിന്നെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. BJPയുടെ വിശദീകരണം ഉണ്ടായിരുന്നു. നിങ്ങളെ വിശദീകരണം, നിങ്ങൾ മീൻസ് റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല മാധ്യമങ്ങളുടെ ഭാഗത്തുള്ള വിശദീകരണം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വിശദീകരണം, ഇതൊക്കെ ഇന്നലെ ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് BJPക്ക് ഇങ്ങനെ ഒരു സാരി കൊടുത്തോ അല്ലെങ്കിൽ പ്രലോഭിച്ചുകൊണ്ട് വോട്ട് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ അത് BJPയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ശോഭാ സുരേന്ദ്രൻ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണെന്ന് വിശ്വസിക്കാം അല്ലേ? അങ്ങ് പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ കരുതേണ്ടി വരും. അടുത്ത കാര്യം, ചിറ്റൂരിലെ അല്ലല്ല അങ്ങനെ അവിടെ അങ്ങനെ ആ ഒരു പണം കൊടുത്തല്ല അല്ലല്ല നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ആരോപണം അതിശക്തമായി ഞാൻ നിഷേധിക്കുക. ശരി, നിഷേധിക്കുന്നു. ശരി, ആ ദൃശ്യങ്ങൾ അങ്ങ് നിഷേധിക്കുന്നു. അപ്പോൾ ചിറ്റൂരിൽ നിന്ന് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒറ്റ കാര്യം, ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥി ഫേസ്ബുക്കിലൂടെ വോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. എന്താ കഥ? ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാനത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട്. വി മുരുകദാസിന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് BJPയുടെ സ്ഥാനാർത്ഥി പോസ്റ്റ് ഇട്ടു. അത് പ്രണേഷ് രാജേന്ദ്രനാണ്. പിന്നീട് അത് ഹാക്ക് ചെയ്താന്ന് പറഞ്ഞു. ഇതിലൊക്കെ ഒരു സംശയമുണ്ട് കേട്ടോ. ഇതിലാണ് എവിടേക്കോ സഖ്യമുണ്ടോ എന്നുള്ള ആരോപണം കൂടി ഉയരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇത് കൂടി വരുന്നത്. കോൺഗ്രസ് പ്രതിനിധി ഈ ആരോപണം ഉന്നയിച്ചു. ഈ സഖ്യത്തിനെ കുറിച്ച് ഈ സഖ്യം പിന്നെ ഡീലെന്നൊക്കെ പറയുന്നില്ലേ, ഏറ്റവും നല്ല ഡീലർമാർ മാർക്സിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് നാളിതുവരെയുള്ള അനുഭവത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഡീലല്ല ഉണ്ടാകുന്നത്, BJP ലീഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതിന്റെ മുഴുവൻ അതിന്റെ ക്രെഡിറ്റും അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തരാൻ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശക്തി ഉപയോഗിച്ചല്ല ജയിക്കുന്നത്, ലീഡ് ചെയ്യുന്നത്. അതുകൂടി പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം ഞാൻ കാട്ടാക്കടയെ സംബന്ധിച്ച് ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJPയെ എങ്ങനെയാണോ കാട്ടാക്കടയിൽ ജനങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത്, അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.